ഷാൻ ഹെൽത്ത് കിച്ചന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കപ്പ വറുത്തതിന്റെ റെസിപ്പിയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ വറുത്ത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ കപ്പ വറുക്കാനായിട്ട് ആവശ്യത്തിനുള്ള കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കപ്പ എടുക്കുക. അപ്പോൾ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടുള്ള വെള്ളത്തിലിട്ടൊന്ന് കോരി എടുക്കണം. നിങ്ങൾ പുഴുങ്ങി എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ബോയിൽഡ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് എടുക്കുക. ഇതുപോലെ എടുത്താലാണ് നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന അതേ രുചിയിൽ കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല സ്ലൈസാക്കി എടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മളിത് അരിഞ്ഞെടുക്കുമ്പോൾ ഇതിൽ കപ്പയിലൊരു ചെറിയ പശ ഉണ്ടാവും. അതാണ് തൊട്ടിപ്പിടിച്ചിരിക്കുന്നത്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ പശയൊക്കെ പൊക്കോളും. അതുപോലെ തന്നെ നമ്മൾ റൗണ്ടിലും അരിഞ്ഞിടുന്നുണ്ട്. റൗണ്ടിലും ഇതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല സ്ലൈസ് ആക്കിയിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം. എന്നാലാണ് നമുക്ക് വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നത്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിയും. പിന്നെ എണ്ണയിലിടുമ്പോൾ അത് വേർതിരിഞ്ഞ് വന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. കണ്ടോ, ഇതിലൊരു ചെറിയൊരു പശയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കപ്പ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും അത് വേർതിരിഞ്ഞ് വന്നോളും. നമുക്ക് കപ്പ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇത് നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പുനീര് തെളിച്ച് കൊടുക്കണം. നമ്മൾ ഇപ്പോഴാണ് ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പ് വെള്ളമായിട്ടാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചാലിച്ച ഉപ്പ് വെള്ളം ഇതിലേക്ക് തെളിച്ച് കൊടുക്കണം നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നന്നായിട്ട് തിളച്ച് വരണത്. ഇനി തള നിൽക്കുമ്പോഴാണ് നമ്മൾ കോരി എടുക്കുന്നത്. ഇതിൻ്റെ പതയൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ കോരി എടുക്കും. നമ്മളിതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ മാറി നമുക്കിനി ഇത് കോരി എടുക്കാം. കോരി ഇടുമ്പോൾ നമ്മളൊരു പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇടാം. അപ്പോൾ എണ്ണയ്ക്ക് ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചോളൂ. അപ്പോൾ അതായത് നമ്മുടെ കപ്പയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടതാണിത്. അപ്പോൾ നമ്മൾ കൈയോടെ തന്നെ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇടാം. ഇനി മുളക് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർക്കണ്ട, കാരണം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തു. അപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് പിടിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ കൈയോടെ വറക്കണത് അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കപ്പ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കുക ഒരു പ്രാവശ്യം. നമുക്ക് കടയിൽ നിന്ന് പിടിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ അതേ രുചിയിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ കപ്പ എടുത്ത് സ്ലൈസ് ചെയ്ത് വറുത്താലാണ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ വറുത്ത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ഇതുപോലെ കപ്പ വറുക്കാത്തവര് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. തുടർന്നുള്ള എന്റെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.